ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സൗൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെയാണല്ലോ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. പരിച പ്രതിരോധത്തിൻ്റെ അടയാളം, പ്രതിരോധത്തിൻ്റെ ആയുധം. അത് എണ്ണ പുരട്ടാതെ കിടന്നു എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ വചനങ്ങൾ മൊത്തം പഠിക്കുമ്പോൾ എണ്ണ അത് ക്ഷമയുടെയും മയത്തിൻ്റെയും അടയാളമാണ്. മയപ്പെടാതെ, എണ്ണ പുരട്ടാതെ, ക്ഷമയില്ലാതെ, അലിവില്ലാതെ, കാർക്കശ്യത്തോടെ, കാഠിന്യത്തോടെ കിടന്നു വന്ന എന്ന് വെച്ചാൽ മയമില്ലാത്ത, ക്ഷമയില്ലാത്ത എല്ലാ പ്രതിരോധങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് പ്രതിരോധിക്കുന്നുണ്ട്, പക്ഷേ ഒരു മയമില്ലാത്ത, ക്ഷമയുടെ എണ്ണ പുരട്ടാത്ത പരിച നമ്മുടെ മരണക്കിടക്കയിൽ എടുത്ത് കിടപ്പുണ്ട്. സൗൾ മരിച്ചു കിടക്കുന്നിടത്ത് എഴുതി വെച്ചിരിക്കുക, അവൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നിരുന്നു. ക്ഷമയില്ലാതെ, മയമില്ലാതെ, അലിവില്ലാതെ, ദയയില്ലാത്ത പ്രതിരോധങ്ങൾ, വാക്കും സംസാരവും എന്തുമാകട്ടെ, അതെല്ലാം അലിവും ദയവില്ലാത്തതാകുമ്പോൾ നമ്മുടെ പരിച എണ്ണ പുരട്ടാതെ കിടക്കുന്നു. നമ്മുടെ മരണക്കിടക്കയിൽ നാം മരിച്ചു കിടക്കുന്നിടത്ത് നമ്മുടെ പരിചയും നമ്മുടെ പ്രതിരോധവും എണ്ണ പുരട്ടാതെ കിടക്കുന്നു. ആമേൻ ആമേൻ.